ബ്ലഡ് ആൻഡ് ചീസ് വന്ന് ജെഹേരിസ് ടാർഗറിനെ കൊന്നതിന് തൊട്ടടുത്ത സീക്വൻസുകൾ കാണിച്ചുകൊണ്ടാണ് ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ സീസൺ 2 എപ്പിസോഡ് 2 തുടങ്ങിയത്. റെനേറ ദ ക്രൂവൽ എന്നായിരുന്നു എപ്പിസോഡിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ജെഹേരിസിനെ കൊന്ന കാര്യം റെനേറയുടെ തലയിൽ കെട്ടിവെക്കുകയും റെലം ഫുള്ളായിട്ട് ഗ്രീൻസിന്റെ സൈഡിൽ നിൽക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഒക്കെ ആയിരുന്നു കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈറ്റിൽ ഈ ഒരു എപ്പിസോഡിന് ഭയങ്കരധികം ഫിറ്റിംഗ് ആണെന്ന് പറയാം. ജെഹേരിസിനെ കൊന്ന അന്ന് രാത്രി എലിസന്റിനോട് വന്ന് ഹെലേന തന്റെ വിവരം അറിയിക്കും. ഇതിനെ തുടർന്ന് നടക്കുന്ന അവിടുത്തെ കെയോട്ടിക് സിറ്റുവേഷൻ ആണ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. പാലസ് ഫുള്ളായിട്ട് മൂടി അവിടെ ഉള്ള എല്ലാവരും തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെഹേരിസിന്റെ ആ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഉള്ള ക്ലോത്ത് വെച്ച് ആ ഹൗണ്ടിനെ കൊണ്ട് മണപ്പിച്ച് ആരാണെന്ന് ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയത്തിനുള്ളിൽ തന്നെ ബ്ലഡ് ആൻഡ് ചീസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവർ മെയ്ഗോറിന്റെ ടണൽ യൂസ് ചെയ്താണ് വന്നത്. അതിൽ കൂടെ തന്നെ തിരിച്ചും പോയി. അവരെങ്ങനെയാണ് ഇതിനകത്ത് കയറിയത് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാന സീക്വൻസുകളിലൊക്കെ തന്നെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ആൻഡ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് എയ്മോണ്ട് ടാർഗറിയനെ കൊല്ലാനാണ്. സോ എയ്മോണ്ട് വന്ന് നോക്കുമ്പോൾ ഇത് ജെഹേരിസിനെ ഉദ്ദേശിച്ചല്ല, തന്നെ ഉദ്ദേശിച്ചതാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ. ആൻഡ് ഈ ഒരു ടണൽസ് മുഴുവൻ അല്ലെങ്കിൽ ഈ ഒരു സീക്രട്ട് പാസേജ് മുഴുവൻ ഉണ്ടാക്കിയത് മെയ്ഗോർ ദി ക്രൂവൽ എന്ന ടാർഗറിയൻ ആയിരുന്നു. പണ്ട് അദ്ദേഹത്തിന്റെ റൂൾ സമയത്ത് അദ്ദേഹം പണിത ഈ ഒരു സീക്രട്ട് പാസേജ് ഇതിന് ശേഷവും പല ഇവന്റ്സിലും യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ തന്നെ പല സമയത്തും ഇത്തരത്തിലുള്ള സീക്രട്ട് പാസേജസ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ടിറിയൻ ലാനിസ്റ്റർ തന്റെ അച്ഛനായ ടൈവിനെ അടക്കം കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്തതും ഇത്തരത്തിലുള്ള ഒരു സീക്രട്ട് പാസേജ് ആണ്. ഇത് കഴിഞ്ഞ് തന്റെ മകൻ മരിച്ചതിൽ റിയാക്ട് ചെയ്യുന്ന എയ്ഗോൺ ടാർഗറിയനെ കാണിച്ചു തരുന്നുണ്ട്. തന്റെ കാലശേഷം അടുത്ത ഹെയർ ആയിട്ട് പ്രഖ്യാപിക്കാൻ താൻ വെച്ചിരുന്ന മകനാണ് ഇപ്പോൾ മരിച്ചത്. സോ അതിൽ റിയാക്ട് ചെയ്തുകൊണ്ട് വിസേരിസ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പഴയ ഓൾഡ് വലേറിയയുടെ മോഡൽ മുഴുവൻ തല്ലി തകർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എയ്ഗോൺ ടാർഗറിയൻ. ആൻഡ് ഇത് തൊട്ടു മുമ്പ് രാജാവായിരുന്ന വിസേരിസ് ടാർഗറിയനും തന്റെ ഗ്രാൻഡ് സൺ ആയ എയ്ഗോൺ ടാർഗറിയനും തമ്മിലുള്ള ഒരു വലിയ അന്തരം തന്നെ കാണിച്ചു തരുന്നുണ്ട്. എയ്ഗോൺ എടുത്തുചാട്ടക്കാരനും ഒന്നും തന്നെ ആലോചിക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് വിസേരിസ് ആയിരുന്നെങ്കിൽ നേരെ തിരിച്ചും വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയ താൻ ഭരിച്ചിരുന്ന കാലത്ത് ആ ഒരു റെലം മുഴുവൻ കംപ്ലീറ്റ് സമാധാനം കൊണ്ടുവന്ന ഒരു ക്യാരക്ടറായിരുന്നു വിസേരിസ്. പക്ഷേ എയ്ഗോൺ അങ്ങനെയല്ല. ആൻഡ് വലേറിയെ തേടി അതിന് ഡൂം എത്തിയ പോലെ തന്നെ ഇപ്പോ എയ്ഗോൺ ഭരിക്കുന്ന ഈ ഒരു ടാർഗറിയൻ ഡൈനാസ്റ്റിയെ തേടി എന്തോ വലുത് വരാതിരിക്കുന്നുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു സീക്വൻസിലൂടെ. സോ തന്റെ ആ ഒരു ഡൈനാസ്റ്റി മുഴുവനായിട്ട് സ്വയം ഇല്ലാതാക്കുന്ന ഒരു സിവിൽ വാർ തന്നെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നുകൂടി ആ ഒരു സീക്വൻസുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് തൊട്ടടുത്ത സീക്വൻസുകളിൽ അലിസന്റെ മോട്ടോവും തമ്മിലുള്ള സംഭാഷണങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അലിസന്റ് ഇതെല്ലാം തന്നെ താൻ കൂടി വരുത്തി വെച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഓട്ടോ ഹൈറ്റവർ ആവട്ടെ ഈ ഒരു സന്ദർഭം കൂടി എങ്ങനെ തങ്ങൾക്ക് വേണ്ടി മുതലെടുക്കുക എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സമയത്തൊക്കെ അലിസന്റെ ഫെയ്ത്ത് ഓഫ് ദി സെവന്റെ ആ ഒരു നെക്ലസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ഒരു ഫോളോവർ തന്നെയാണ് അലിസൻ എന്ന് പല സമയത്ത് ഇതിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല പല സിമ്പിൾസിലൂടെയും പല റെപ്രസെന്റേഷൻസും ആ ഒരു പാലസിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് അവരിപ്പോ തന്നെ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് ഈ എപ്പിസോഡ് പ്രോഗ്രസ് ചെയ്യുന്ന തോറും എലിസന്റിനുള്ള ഈ ഒരു ഫെയ്ത്ത് മുഴുവനായിട്ട് നഷ്ടപ്പെടുകയും കംപ്ലീറ്റ്ലി വേറൊരു പേഴ്സൺ ആയിട്ട് തന്നെ അലിസന്റ് മാറുന്നതായിട്ടും എപ്പിസോഡിനെ എൻഡിങ് സമയത്ത് കാണിക്കുന്നുണ്ട്. ദെൻ ഇത് കഴിഞ്ഞ ഒരു കൗൺസിൽ മീറ്റിംഗ് കൂടുന്ന സമയത്തായിരുന്നു ലാരിസ് വന്ന് ബ്ലഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. സോ ബുക്കുകളിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ആ ഒരു മെയ്ഗേഴ്സ് ടണലിലൂടെ രക്ഷപ്പെട്ട് അടുത്തടുത്ത ആ ഒരു കുട്ടിയുടെ തലയും കൊണ്ട് നേരെ ആരൻ ഹെല്ലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. സോ ആ പോകുന്ന വഴിയാണ് ബ്ലഡിനെ ഇവർ കൈയോട് പിടികൂടിയത്. പക്ഷെ ചീസിന് അവിടെ കിട്ടിയിരുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള സീക്വൻസുകളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയായിരുന്നു ബ്ലാക്സ് മുഴുവനായിട്ട് ഒരു കുട്ടി നഷ്ടപ്പെട്ടതിൽ ഇമോഷണൽ ആയത്, അതേപോലെ തന്നെ ഗ്രീൻസിന്റെ മുഴുവൻ ഇമോഷണൽ സൈഡ് ആയിരുന്നു ഈ ഒരു എപ്പിസോഡിൽ മുഴുവനായിട്ട് കാണിച്ചത്. അതിൽ പ്രത്യേകിച്ച് തന്നെ ഹെലേന ടാർഗറിയൻ ആ ഒരു ക്യാരക്ടർ പഴയ എയ്ഗോണെ പോലെ തന്നെ അല്ലെങ്കിൽ ഡെയ്നിസ് ടാർഗറിയനെ പോലെ തന്നെ ഒരു ഡ്രീമർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡ്രീമർ ആണ് എന്ന് ഒരിക്കലും ബുക്കിൽ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും ഈ കാണിക്കുന്ന സീക്വൻസിലൂടെ നമുക്ക് ഏകദേശമൊക്കെ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ വെസ്റ്ററോസിന്റെ ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ഡെയ്നിസ് ദ ഡ്രീമർ വലേറിയയുടെ ആ ഒരു ഡൂം നേരിൽ കണ്ട് ടാർഗറിയൻസിന് മുഴുവൻ വെസ്റ്ററോസിലേക്ക് എത്തിച്ചത്. പിന്നെ അതിനുശേഷം എയ്ഗോണിന്റെ ഡ്രീമിനെ പറ്റി സീരീസിൽ പല സമയത്തും പറയുന്നുണ്ടായിരുന്നു. കുറെ കാലം കഴിഞ്ഞ നൈറ്റ് കിങ് വരും, വൈറ്റ് വാക്കേഴ്സ് വരും, ആ ഒരു സമയത്ത് അയൺ ത്രോണിൽ ഇരിക്കേണ്ടത് ഒരു ടാർഗറിയൻ തന്നെയാണ് എന്നുള്ള ഒരു പ്രൊഫസിയും ഡ്രീമും ഒക്കെ എയ്ഗോൺ ഉണ്ടായിരുന്ന പോലെ തന്നെ അടുത്ത് നടക്കാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളെ നേരത്തെ കണ്ട് പ്രിഡിക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ പോലെയാണ് ഈ ഒരു സീരീസിൽ ഇപ്പോൾ ഹെലേന ടാർഗറിയനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ് ഒരു കുട്ടിയുടെ ബോഡിയുമായിട്ടുള്ള ഒരു പ്രൊസഷൻ ആയിരുന്നു കാണിച്ചത്. ആൻഡ് ഈ ഒരു എപ്പിസോഡിന്റെ ടൈറ്റിൽ കൊടുക്കാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. സോ മെയിൻ ഇതൊരു പ്രൊപ്പഗൻഡയുടെ ഭാഗം തന്നെയാണ്. സോ ഈ ഒരു കുട്ടി മരിച്ച കാര്യം എങ്ങനെയെങ്കിലൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്ത് രണ്ടായി തിരിഞ്ഞ റെലമിലെ ഒരു മേജർ സപ്പോർട്ട് ഗ്രീൻസിന് കിട്ടാൻ വേണ്ടി നടത്തുന്ന പ്രൊസഷൻ ആയിരുന്നത്. ദെൻ ഇത് കഴിഞ്ഞ് ബ്ലഡിന്റെ ഇന്ററോഗേഷനും അത് കഴിഞ്ഞ് ചീസിനെ തൂക്കി കൊല്ലുന്നൊക്കെ നമ്മൾ കണ്ടു. ഇതേ സമയം തന്നെ ബ്ലാക്സിന്റെ അവിടെ ഒരു ബ്ലാക്ക് കൗൺസിൽ കൂടുകയാണ്. അവിടെ വെച്ചാണ് ഡെയ്മൺ ആണ് ഇതെല്ലാം ചെയ്തതെന്ന് റെനേറെ മനസ്സിലാക്കുന്നത്. ആൻഡ് ബുക്കിലെ പോലെ തന്നെ റെനേറും ഡെയ്മണും ഇക്കാര്യത്തെ ചൊല്ലി വലിയൊരു തർക്കം ഉണ്ടാവുകയും ഡെയ്മൺ അവിടെ നിന്ന് പിണങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് റെനേർ എടുക്കുന്ന കുറെ സ്ട്രോങ് ഡിസിഷൻസ് കൂടി. ആൻഡ് ഡെയ്മന്റെ ഇപ്പോഴത്തെ ഇന്റൻഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് പിന്നീട് ചോദിച്ച് മനസ്സിലാക്കുന്ന കൂടി ഉണ്ട് ആ ഒരു ക്യാരക്ടർ. ഇപ്പോഴും ഡെയ്മൺ ടാർഗറിൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് കിട്ടേണ്ടിയിരുന്ന അയൺ ത്രോൺ തന്റെ ചേട്ടൻ തട്ടിയെടുത്തു. അതിനുശേഷം വിസേരിസിന്റെ മകളായ റെനേറയ്ക്ക് കൊടുത്തു. ഇപ്പോഴും താൻ തന്നെയാണ് അയൺ ത്രോണിൽ ഇരിക്കേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഡെയ്മൺ എന്നവിടെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ ഇക്കാര്യം മനസ്സിലായതുകൊണ്ട് ഇവർ നേരെ രണ്ടുപേരും വേർപിരിയാണ്. ആൻഡ് ഡെയ്മൺ കറാക്സിസിനെ എടുത്തുകൊണ്ട് നേരെ പോകുന്നത് ഹാരൻ ഹെല്ലിലേക്കാണ്. ഇതിനുശേഷമുള്ള പല സീക്വൻസുകളിലും പറയുന്നുണ്ട് ഇതിന് മുമ്പ് എങ്ങനെയാണോ ക്രാഫ്റ്റ് ഫീഡറിനെ കൊന്ന് സ്റ്റെപ്പ് സ്റ്റോൺസ് വീണ്ടെടുത്തപ്പോൾ വിസേരിസ് ഡെയ്മൺ തിരിച്ചെടുത്തത്, അതേപോലെ തന്നെ ഹാരൻ ഹെല്ല് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ റെനേറിയ ഡെയ്മൺ തിരിച്ചു കൊണ്ടുവരുമായിരിക്കും അല്ലെങ്കിൽ തിരിച്ചു സ്വീകരിക്കുമായിരിക്കും.
പിടിക്കും എന്ന് വിചാരിച്ചു കൂടി കൊണ്ടാണ് ഡെയ്മൺ അവിടെ നിന്ന് പോകുന്നത്. ആൻഡ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു ഹാരൻ ഹെല്ലിലെ യുദ്ധമാണ്. ഇപ്പോൾ ഹാരൻ ഹെല്ല് പിടിച്ചടക്കി വെച്ചിട്ടുള്ളത് ഗ്രീൻസ് ആണ്. ഗ്രീൻസിന്റെ കയ്യിലുള്ള ആ ഒരു ഹാരൻ ഹെല്ല് മുഴുവനായിട്ട് ബ്ലാക്സിന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു വലിയ കൺട്രോൾ ഇപ്പൊ തന്നെ അവർക്ക് കിട്ടും. ഓൾറെഡി ആ ഒരു ഗള്ളറ്റിൽ വെച്ചൊരു വലിയൊരു ബ്ലോക്കേഡ് ഉണ്ടാക്കി ട്രേഡ് റൂട്ട് മുഴുവനായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബ്ലാക്സ്. അതിനിടയിൽ കൂടെ ഹാരൻ ഹെല്ല് പോലെയുള്ള ഒരു വലിയ സ്ട്രാറ്റജിക് പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങൾ ബ്ലാക്സിന്റെ കൈപ്പിടിയിൽ തന്നെ ആവും. അതിനുശേഷം റെനേറയുടെ മറ്റു മക്കളെ കൂടി കാണിക്കുന്നുണ്ട്. അതിൽ ചെറിയ രണ്ട് കുട്ടികളാണ് ഏഗോണും വിസേരിസും. ഇത് പഴയ വിസേരിസ് അല്ല, വിസേരിസ് ദി സെക്കൻഡ്. ആൻഡ് ആ ഏഗൺ അല്ല ഈ ഏഗൺ, ഇത് ഏഗൺ ദി തേർഡ്. എല്ലാം ഒരേപോലത്തെ പേര് വരുന്നതുകൊണ്ട് റിപ്പീറ്റേഷൻ നമുക്ക് തോന്നും. ആൻഡ് ഇത് കഴിഞ്ഞ തൊട്ടടുത്ത സീക്വൻസിൽ തന്നെ ഹെലേന കണ്ട പോലെ ഒരു വ്യൂ റൈനിയറേയും ഇവിടെ വെച്ച് കാണുന്നുണ്ട്. ഇത് ഇവർ രണ്ടുപേരും കൂടി കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ച സീക്വൻസ് ആണ്. രണ്ടുപേരും തന്റെ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരാണ്. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു മെന്റൽ സ്റ്റേറ്റും കൂടി ആ ഒരു സീക്വൻസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ക്രിസ്ത്യൻ കോൾ ട്വിൻസിൽ ഒരാളായ സർ അറൈക്കിന് ഡ്രാഗൺ സ്റ്റോണിലേക്ക് അയക്കുകയാണ് റെനേറയെ കൊല്ലാനായിട്ട്. തന്റെ നോട്ടപ്പിശക് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് സ്വയം വിചാരിക്കുന്ന ക്രിസ്ത്യൻ കോൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് അറൈക്കിനെ അങ്ങോട്ട് അയക്കണം എന്ന് പറയാം. ഈ ട്വിൻസ് തമ്മിലെ കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ രണ്ട് നൈറ്റ്സും ഒന്ന് എറക്കും ഒന്ന് അരക്കും. ഇത് കഴിഞ്ഞ സീസണിൽ തന്നെ ഇവർ സ്പ്ലിറ്റ് ചെയ്ത് പോയതാണ്. സോ അറക്ക് ഗ്രീൻസിന്റെ കൂടെയും എറക്ക് ബ്ലാക്സിന്റെ കൂടെ ആയിരുന്നു പോയത്. സോ അങ്ങനെ ക്രിസ്ത്യൻ കോളിന്റെ നിർദ്ദേശപ്രകാരം അറക്ക് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോയി. ഇതിനുശേഷം ജെയ്സും ബെയിലിയും തമ്മിലുള്ള സീക്വൻസ് കാണിക്കുന്നുണ്ട്. ബെയിലിയോട് മൂൺ ഡാൻസറിനെ എടുത്തുകൊണ്ട് കിങ്സ് ലാൻഡിങ്ങിന് അടുത്ത് പോയി സർവൈലൻസ് ചെയ്യാൻ പറഞ്ഞിരുന്നു റെനേറിയ ടാർഗേറിയൻ. കാരണം ഡ്രാഗൺ സ്റ്റോണിൽ തേടി ഏത് നിമിഷം ഒരു അറ്റാക്ക് വരാം. അത് നേരത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാരക്ടറിന്റെ അടുത്ത് തന്നെ ഡ്രാഗൺ എടുത്ത് പോകാൻ പറഞ്ഞത്. ഈ ഒരു മൂൺ ഡാൻസറിനെ ഐ തിങ്ക് ഇതുവരെ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കാൻ പോകുന്നുണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കാനുള്ളത്, ഈ ഒരു ജസേരിസ് ടാർഗേറിയനും ബെയിലിയും രണ്ടുപേരും ഓൾറെഡി ബിട്രോത്തഡ് ആണ്. ആൻഡ് ഇവർ രണ്ടുപേരും തന്നെ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആണെന്ന് പറയാം. ഒന്ന് ഡെയ്മന്റെ മകളും ഒന്ന് റെനേറിയുടെ മകനുമാണ്. ആൻഡ് ഇതിന് ശേഷമുള്ള കിങ്സ് ലാൻഡിംഗിൽ ഒരു ബ്രോത്തിൽ കാണിച്ചിരുന്നുണ്ട്. അവിടെയാണെങ്കിൽ എയ്മൺ ടാർഗേറിയൻ തന്റെ ഇന്റൻഷൻസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ലൂക്കിനെ കൊല്ലണം എന്ന് താൻ ഒട്ടും തീരുമാനിച്ചല്ല. പണ്ട് ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ, ചെറുപ്പത്തിലെ കുട്ടിയായിരിക്കും തന്നെ ആ ഒരു കണ്ണുപോയ സീക്വൻസുകളൊക്കെ തന്നെ ഓർത്ത് വെച്ചുകൊണ്ടാണ് എയ്മൺ അങ്ങനെ പ്രതികരിച്ചത്. പക്ഷെ അവിടെ വെച്ച് വാഗാർ അങ്ങനെ കയ്യിൽ നിന്ന് പോകുന്ന ഒരിക്കലും ആ ഒരു ക്യാരക്ടർ വിചാരിച്ചതല്ല, ഇന്റൻഷനലി അങ്ങനെ ചെയ്തതല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു സീക്വൻസിലൂടെ. ആൻഡ് ഇതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ആ ഒരു ഹ്യൂ ഹാമർ എന്ന ക്യാരക്ടറിന്റെ ഫാമിലിയെ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ഒരു ബ്ലാക്ക് സ്മിത്ത് ക്യാരക്ടർ ആയിരുന്നു. ഡ്രാഗൺസിനെ കൊല്ലാനുള്ള സ്കോർപ്പിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയൽസ് തികയുന്നില്ല എന്ന് പറഞ്ഞു വന്ന ക്യാരക്ടറിനെ ഏഗോൺ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന സീക്വൻസുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. തൊട്ടടുത്ത എപ്പിസോഡ് എത്തിയപ്പോഴേക്കും അതിന്റെ ആ ഒരു എന്റെ മോഡ് തന്നെ മുഴുവനായിട്ട് മാറി. ഇപ്പൊ ഏഗോണിന്റെ മകൻ നഷ്ടപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ക്യാരക്ടറിന് മറന്നിട്ടുണ്ടാവും. അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹ്യൂ ഹാമർ. ആൻഡ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നുകൂടിയാണ് ഈ ഒരു ഹ്യൂ ഹാമർ. അത് കഴിഞ്ഞ് അലൻ ഓഫ് ഹള്ളിനെ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രദറായ ആഡം ഓഫ് ഹള്ളിനെ കാണിച്ചു തരുന്നുണ്ട്. ഈ അലൻ ഓഫ് ഹള്ളിനെ കഴിഞ്ഞ എപ്പിസോഡിൽ കോർലിസ് വലേറിയൻ വന്ന് മീറ്റ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ക്യാരക്ടറിനെ സേവ് ചെയ്തൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ ബ്രദറായ ആഡം ഓഫ് ഹള്ളും ഇനി അങ്ങോട്ടുള്ള സീക്വൻസുകളിൽ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നായിരിക്കും. ഇത് കഴിഞ്ഞ് കോർലിസും റെയ്നസും തമ്മിലുള്ള സീക്വൻസ് കാണിച്ചിരുന്നുണ്ട്. തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന വാർ സ്ട്രാറ്റജിസിനെ പറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഡെയ്മൺ ടാർഗേറിനെ തങ്ങൾ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇത് തന്റെ യുദ്ധമല്ല, താനൊരു ബൈസ്റ്റാൻഡർ മാത്രമാണ്, താൻ തുടങ്ങി വെക്കേണ്ട സാധനമല്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് റെയ്നീസ്. തന്നെ ഒരു പഴയ സീക്വൻസുകളും പഴയ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് റെയ്നീസിനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിരുന്നു. ആൻഡ് അവസരം കിട്ടുമ്പോൾ റെയ്നീസ് ഇതിനൊക്കെ തന്നെ ഇറങ്ങും എന്നുള്ളത് തീർച്ചയാണ്. കാത്തിരിക്കാം നമുക്ക് ആ സീക്വൻസിന്. ഇത് കഴിഞ്ഞ് റെനേറിയും മിസേറിയും തമ്മിലുള്ള സീക്വൻസുകൾ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് റെനേറിയ ഡ്രാഗൺ സ്റ്റോണിലുള്ള പല ഹിസ്റ്റോറിക്കൽ ബുക്സും റെഫർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഇതിനു മുമ്പ് പല സീക്വൻസുകളിലും ഡെയ്മൺ ഇതുപോലെ ബുക്കുകൾ റെഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ റെനേറിയ ഏഗോന്റെ ഹിസ്റ്ററിയും അദ്ദേഹത്തിന്റെ സിസ്റ്റർ വൈഫ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും തൊട്ടടുത്ത പേജിൽ ആ ഒരു ഡോണിഷ് വാറും ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. സോ ഏഗോന്റെ കോൺക്വസ്റ്റിൽ ഡോണിൽ വെച്ചാണ് റെയ്നസ് ടാർഗേറിയൻ മരിച്ചത്. സോ അതിനുശേഷം വിസന്യ ടാർഗേറിയൻ തന്റെ വാഗാർ എന്ന ഡ്രാഗനെ എടുത്ത് ഡോണിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആൻഡ് ഈ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതൊക്കെ ഇവർക്ക് ഇനി ഭാവിയിൽ ഒരുപാട് ആവശ്യം വരും. നമ്മൾ അടുത്ത സീക്വൻസുകളൊക്കെ നമുക്കത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയാം. ദെൻ റെനേറിയ മിസേരയോട് സംസാരിച്ച് മിസേരയെ വെറുതെ വിടുന്നു. അതിനുശേഷം ആഡം ഹള്ള് സീ സ്മോക്കിന് കാണിക്കുന്ന സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഈ സീ സ്മോക്ക് എന്ന ഡ്രാഗൺ നമ്മുടെ പഴയ ലൈനോർ വലേറിന്റെ ഡ്രാഗൺ ആയിരുന്നു. സോ ഇപ്പോ റൈഡർ ലെസ് ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ആണ് സീ സ്മോക്ക്. അത് ഡ്രാഗൺ സ്റ്റോണ് ചുറ്റും എപ്പോഴും പറന്ന് നടക്കുന്ന ഒരു ഡ്രാഗൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ഡ്രാഗനെ ടീം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു ക്യാരക്ടർ എന്നുകൂടി ആ ഒരു സീക്വൻസുകളിൽ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഓട്ടോ ഹൈറ്റവറിനെ തന്റെ ഹാൻഡ് ഓഫ് ദി കിങ് എന്ന പദവിയിൽ നിന്നും ഏഗോൺ ടാർഗേറിയൻ മുഴുവനായിട്ട് മാറ്റി തൊട്ടടുത്ത ഹാൻഡ് ഓഫ് ദി കിങ് ആയിട്ട് ക്രിസ്ത്യൻ കോളിനെ നിയമിക്കുന്നുണ്ട് ഏഗോൺ ടാർഗേറിയൻ. സോ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഓട്ടോന്റെ പണി പോകുന്നത്. ഇതിനു മുമ്പ് പല സമയത്ത് പോയിട്ടുള്ളത് കൊണ്ട് മൂപ്പർക്ക് അത് വലിയ പുത്രയല്ല. പക്ഷെ ഇത് കഴിഞ്ഞ് ഓട്ടോ വന്ന് എലിസന്റിനോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ അതാണ് എന്നെ ഭയങ്കരധികം ഞെട്ടിച്ചത്. ഞാൻ ഭയങ്കരധികം എക്സൈറ്റഡ് ആയതും. കാരണം ഇതുവരെ സീരീസിൽ പ്രതിപാദിക്കാത്ത ബുക്കിലുള്ള ഒരു മെയിൻ ക്യാരക്ടറിനെ അവിടെ എടുത്തു പറയുന്നുണ്ട്, ഡെയ്റോൺ ടാർഗേറിയൻ. ഈ എലിസന്റിന് 3 മക്കളല്ല, മൊത്തം 4 മക്കളുണ്ട്. അതിൽ ഏറ്റവും ചെറുതാണ് ഡെയ്റോൺ ടാർഗേറിയൻ. ഈ ഒരു സീരീസിന് ഇവന്റ്സ് നടക്കുന്ന സമയത്ത് ഓൾഡ് ടൗണിലാണ് ഒരു ക്യാരക്ടർ. നമ്മൾ ഈ ഓൾഡ് ടൗൺ ഒക്കെ ഗെയിം ഓഫ് ത്രോൺസിൽ പല സമയത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 6ാമത്തെ സീസണൊക്കെ എത്തുന്ന സമയത്ത് സാമൾട്ടണിലേക്ക് പോകുന്നത് ഈ ഓൾഡ് ടൗണിലേക്കായിരുന്നു. സോ ഏഗോൺ, എയ്മൺ ആൻഡ് ഹെലേന ഇവരെ കൂടാതെ ഉള്ള 4ാമത്തെ മകനാണ് ഡെയ്റോൺ ടാർഗേറിയൻ. ഓൾഡ് ടൗണിലുള്ള ഈ ഒരു ഡെയ്റോണിന്റെ അടുത്തേക്ക് പോകാം എന്നാണ് ഓട്ടോ ഹൈറ്റവർ അവിടെ വെച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഇനി ഒരു ഡെയറോണ് എങ്ങനെ വലിയൊരു സീരീസിൽ എടുത്ത് കാണിക്കും എന്നുള്ളത് തീർച്ചയാണ്. വരും സീസണുകളിൽ ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാമെന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ഡെയറോൺ ടാർഗേറിയൻ. പക്ഷേ എലിസൺ പറയുന്നത് ഓൾഡ് ടൗണിലേക്കല്ല, നേരെ ഹൈ ഗാർഡിലേക്ക് പോകാനാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ താൻ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാക്കാം, കൊണ്ട് മനസ്സ് മാറ്റി ഓട്ടോയെ തിരിച്ചു കൊണ്ടുവന്ന് ഹാൻഡ് ഓഫ് ദി കിങ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസനെ നിർത്തുന്നത്. സോ ആ ഒരു സീക്വൻസുകളിൽ ഉറപ്പായത് ഡെയറോൺ ടാർഗേറിയൻ തിരിച്ചു വരുന്നുള്ളതാണ്. ഇതിനുശേഷം അലിസനും ക്രിസ്റ്റ്യൻ കോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനിടയിലാണ് അരിക്ക് ഡ്രാഗൺ സ്റ്റോണിലേക്ക് വന്നത്. ദെൻ അരിക്കും എറിക്കും തമ്മിലുള്ള 1-on-1 സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഏത് ക്യാരക്ടറാണ് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവർ തമ്മിലുള്ള ഫൈറ്റ്. ആ ഒരു ഫൈറ്റിനൊടുവിൽ ട്വിൻസ് രണ്ടുപേരും മരിക്കുകയാണ്. ഒരാളുടെ കൈകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ സ്വയം സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നു. ആ സീക്വൻസ് ഒക്കെ വൻ കിടിലനായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ കൊറിയോഗ്രാഫി ആയിരുന്നു. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം പോലെ തന്നെ BGM വെച്ച് ഒരു ഹൈ ടെൻഷൻ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അവിടെ പറ്റിയിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ സീസൺ 2 എപ്പിസോഡ് 2 നിർത്തിയത്. ഇനി അങ്ങോട്ട് ഫുൾ യുദ്ധമാണ്. യുദ്ധം തുടങ്ങി കഴിഞ്ഞു. ഓൾറെഡി ഡെയ്മൺ ടാർഗേറിയൻ ഹാരൻഹെല്ലിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ വെച്ച് അത് കോൺക്വർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുന്ന സീക്വൻസുകളാണ് എപ്പിസോഡ് 3 പ്രിവ്യൂ നമുക്ക് കാണിച്ചു തന്നത്. സോ രണ്ട് ഭാഗത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു കാഷ്വാലിറ്റി ഉണ്ടായി കഴിഞ്ഞു. അതിന് തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യങ്ങളും കാണിച്ചു. സോ തൊട്ടടുത്ത 3-4 എപ്പിസോഡിലൊക്കെ നല്ലൊരു ബാറ്റിൽ സീക്വൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഡെയറോൺ ടാർഗേറിയന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഈ ഒരു എപ്പിസോഡിനെ പറ്റി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.